ഹായ് എവരിവൺ, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അഞ്ചാമത്തെ ആൻഡ് ലാസ്റ്റത്തെ വീഡിയോ പാർട്ടിലേക്ക് സ്വാഗതം. ദെൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമീറ്റർ. സോ എന്താണ് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമീറ്റർ? അതായത് നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു ഗാൽവനോമീറ്ററിനെ എന്തിനു വേണ്ടി കറണ്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ അതിന്റെ കറണ്ടിന്റെ അളവും, ചെറിയ കറണ്ടിന്റെ അളവും കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ കറണ്ടിന്റെ അളവ് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ എന്തായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും? അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? സോ ഇതാണ് ഒരു ഗാൽവനോമീറ്റർ അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഷണ്ട് റെസിസ്റ്റർ ആഡ് ചെയ്ത് കൊടുക്കണം. ഷണ്ട് റെസിസ്റ്റർ, ഈ എസ് എന്ന് പറയുന്നത് ഷണ്ട് റെസിസ്റ്റർ ആണ്. ഷണ്ട് റെസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോ റെസിസ്റ്റൻസിന്, ഒരു വളരെ കുറഞ്ഞ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഷണ്ട് റെസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു സെല്ല് കണക്ട് ചെയ്യണമെന്നിരിക്കുക. ഇവിടെ ഒരു സെല്ല് കണക്ട് ചെയ്യണമെങ്കിൽ ഇതിലൂടെ ടോട്ടൽ നമ്മളൊരു ഐ കറണ്ട് കൊടുക്കുകയാണെന്നിരിക്കാം. ഒരു ഐ കറണ്ട് കൊടുക്കുകയാണെങ്കിൽ ഗാൽവനോമീറ്ററിൽ പോകുന്ന കറണ്ടാണ് ഐ ജി എന്ന് പറയുന്നത്, ഗാൽവനോമീറ്റർ കറണ്ട്. അപ്പോൾ ടോട്ടൽ കറണ്ട് ഐ ആണ്, ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ടാണ് ഐ ജി. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര കറണ്ട് ഉണ്ടാവും? ടോട്ടൽ കറണ്ടിൽ നിന്നും ഗാൽവനോമീറ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് ആയിരിക്കും ഷണ്ട് റെസിസ്റ്ററിലൂടെ ഒഴുകുന്നത്. ദാറ്റ് ഈസ് ഐ മൈനസ് ഐ ജി എന്ന കറണ്ടാണ് ഷണ്ട് റെസിസ്റ്ററിലൂടെ ഒഴുകുക. ഞാൻ പറഞ്ഞു ഗാൽവനോമീറ്റർ വെച്ചിട്ടുണ്ട്. ഗാൽവനോമീറ്റർ എന്തുണ്ടാവും? അതിൻ്റെതായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ചിലത് കാണാം ഗാൽവനോമീറ്ററിന് അതിൻ്റെതായ റെസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷേ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസിനേക്കാളും കുറവ് റെസിസ്റ്റൻസ് ആണ് എന്തിന്? ഷണ്ട് റെസിസ്റ്റൻസ്. അതുകൊണ്ട് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 500 ഓം കറണ്ടാണ് ഇതിലൂടെ വരുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 100 ഓം കറണ്ട് മാത്രമേ ഇതിലൂടെ കടക്കുള്ളൂ. ബാക്കി 400 ഓം കറണ്ടും ഏതിലൂടെ ആയിരിക്കും പോകാൻ പോകുന്നത്? ഷണ്ട് റെസിസ്റ്ററിലൂടെ ആയിരിക്കും കടന്നു പോകാൻ പോകുന്നത്. സോ ഒരു ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഷണ്ട് റെസിസ്റ്റർ, ഒരു ലോ വാല്യൂ റെസിസ്റ്റർ കോൾഡ് ഷണ്ട് റെസിസ്റ്റർ, അതിന് എന്ത് ചെയ്യണം? ഗാൽവനോമീറ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്യണം. സോ പൊട്ടൻഷ്യൽ അക്രോസ് ഗാൽവനോമീറ്റർ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഗാൽവനോമീറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വി സി ഈക്വൽ ടു ഐ ആർ. ഇതാണ് നമുക്ക് ഇക്വേഷൻ. സോ വി സി ഈക്വൽ ടു ഐ എന്ന് പറയുന്ന ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് എത്രയാണ്? ഐ ജി ഇൻറ്റു ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ജി. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഷണ്ട് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെയിം ഇക്വേഷൻ, വി സി ഈക്വൽ ടു ഐ ആർ തന്നെയാണ്. ഐ എന്ന് പറഞ്ഞാൽ ഷണ്ട് റെസിസ്റ്ററിലൂടെ വരുന്ന കറണ്ട് എന്താണ്? ഐ മൈനസ് ഐ ജി ആണ്. ഷണ്ട് റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് എസ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണ് ഇത് രണ്ടും എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കണം. നമ്മൾ അതുകൊണ്ട് ഇക്വേറ്റ് ചെയ്യാണ്. ഐ ജി ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ്. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എത്ര ഷണ്ട് റെസിസ്റ്റർ ആണ് ഞാനിവിടെ കണക്ട് ചെയ്യേണ്ടത്. ഒരു ഗാൽവനോമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എത്ര എമൗണ്ട് ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം? സോ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എസ് ഇസ് ഈക്വൽ ടു ഈ ഐ മൈനസ് ഐ ജിനെ താഴോട്ട് എടുക്കുക. സോ ദ വാല്യൂ ഓഫ് ഷണ്ട് റെസിസ്റ്റർ എസ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ക്യാപിറ്റൽ ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഗാൽവനോമീറ്റർ ടു അമീറ്റർ കൺവേർഷൻ. ഇങ്ങനെയാണ് ഒരു ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആയിട്ട് കൺവേർട്ട് ആക്കുന്നത്. നല്ല ഭംഗിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പോൾ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമീറ്റർ പഠിച്ച സ്ഥിതിക്ക് അടുത്തത് ഇതേപോലെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ സാധനമാണ് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു വോൾട്ട്മീറ്റർ ആയിട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? സോ ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ആ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. ഓക്കെ, എന്താണ്? ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് ഒരു ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ മതി. സോ അങ്ങനെ ഒരു ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇതിലൂടെ ഒഴുകുന്ന കറണ്ടാണ് ഐ എന്ന് പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ ഹൈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണല്ലോ നമ്മുടെ ജനറൽ ഇക്വേഷൻ. വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണല്ലോ നമ്മുടെ ജനറൽ ഇക്വേഷൻ, ഓംസ് ലോ അനുസരിച്ചിട്ട് അല്ലേ. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ റെസിസ്റ്റർ ആർ ഇസ് ഈക്വൽ ടു എന്താണ് നമുക്ക് പറയാ? ഐ ഇൻറ്റു ആർ അല്ലേ. ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ വരുന്ന കറണ്ട് എന്താണ്? ഗാൽവനോമീറ്റർ കറണ്ട് ആണ് ഐ ജി ഇൻറ്റു ആർ, അതിന്റെ റെസിസ്റ്റൻസ് ആർ. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഗാൽവനോമീറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഐ ജി ആണ്. കാരണം നമുക്കറിയാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, സോ ഗാൽവനോമീറ്ററിലൂടെ വരുന്ന കറണ്ട് എന്തായിരിക്കും? ഐ ജി തന്നെ ആയിരിക്കും. ഇൻറ്റു ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്?
ക്യാപിറ്റൽ ലെറ്റർ ജി ആണ്. ഓക്കെ, സോ ഇനി ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടോട്ടൽ ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആകെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് ഗാലനോമീറ്ററിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. ഇതിന്റെ സമ്മാണ് എന്ത് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ റെസിസ്റ്റർ ആർ പ്ലസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഗാലനോമീറ്റർ. സോ ഇതിൽ നിന്നും ഐ ജി രണ്ടിലും കോമൺ ആയതുകൊണ്ട് ഐ ജി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, ബാക്കി ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ജി ക്യാപിറ്റൽ ജി എന്ന് വരും. ഇതിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ ഐ ജിനെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തു. സോ വി ബൈ ഐ ജി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ പ്ലസ് ക്യാപിറ്റൽ ജി എന്ന് വരും. നമുക്ക് ക്യാപിറ്റൽ ആറിലെ കണ്ടുപിടിക്കണ്ടേ, അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു ഈ പ്ലസ് ജിനെ ഇപ്പുറത്തേക്ക് എടുക്കുക. സോ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ജി മൈനസ് ക്യാപിറ്റൽ ജി. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ റെസിസ്റ്റൻസ് വിച്ച് ഈസ് കണക്റ്റഡ് ദ high value of resistance which is connected series with the galvanometer. ഈ രീതിയിലാണ്, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഗാലനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഗാലനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ സീരീസ് ആയിട്ട് ഒരു ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. ആ ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്ററിന്റെ വാല്യൂ ആണ് ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ജി മൈനസ് ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പോൾ ഈ രണ്ട് കൺവേർഷനും കഴിഞ്ഞാലോ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കറണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ. സോ എന്താണ് ഗാൽവനോമീറ്ററിന്റെ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ഒരു യൂണിറ്റ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് കറണ്ട്, അതായത് ഒരു ആംപിയർ കറണ്ട്, ഒരു യൂണിറ്റ് കറണ്ട് ഒരു ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോൾ അത് എന്തോരം ഡിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. ഇറ്റ് ഈസ് ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസർ ഇൻ ദ ഗാൽവനോമീറ്റർ വെൻ എ യൂണിറ്റ് കറണ്ട് അപ്ലൈഡ് ത്രൂ ഇറ്റ് അക്രോസ് ഇറ്റ്. അത് ഒരു യൂണിറ്റ് കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ അളവ് അതിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. സോ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കോയിൽ ഡിവൈഡഡ് ബൈ കറണ്ട് ഇൻ ദ കോയിൽ. സോ നമുക്കറിയാം ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഫൈ ആണ്. എത്ര ഡിഫ്ലക്ഷൻ, എത്ര എമൗണ്ട്, എത്ര ആംഗിൾ ഡിഫ്ലക്ട് ചെയ്യുന്നുള്ള ഫൈ ആണ്, ഡിവൈഡഡ് ബൈ കറണ്ട് ഇൻ ദ കോയിൽ ഐ ആണ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് അക്കോർഡിംഗ് ടു റെക്ടാങ്കുലർ ലൂപ്പിന്റെ ഇക്വേഷൻ NaIb is equal to K5. നമുക്കറിയാലോ മൂവിംഗ് കോയിൽ ഗാലനോമീറ്ററിന്റെ ഇക്വേഷൻ, നമുക്കിവിടെ അറിയേണ്ട ഇക്വേഷൻ 5/I അല്ലേ. സോ ഇവിടെ നിന്നും 5/I is equal to നമുക്ക് ഇന്ന് എഴുതാൻ പറ്റും NaB 5/I is equal to നമുക്കിവിടെ നിന്ന് എഴുതാം K/NaB എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 5/I is equal to yes 5/I is equal to ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 5/I. ഈ ഐ പ്രതികൃത ബാക്കി കെ പ്രതികൃത. സോ NaB/K. So this is the expression for current sensitivity of a galvanometer. Then ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആണ്. ഇത് രണ്ട് മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. സോ കറണ്ട് സെൻസിറ്റിവിറ്റി പഠിച്ചു. Then last and final, that is voltage sensitivity of a galvanometer. എന്താണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി? കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു യൂണിറ്റ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ അളവ് എത്രയാണ്? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിമ്പിൾ, അതായത് ഒരു യൂണിറ്റ് വോൾട്ടേജ് പാസ് ചെയ്യുമ്പോൾ galvanometer ഉണ്ടായിരുന്ന ഡിഫ്ലക്ഷൻ, that is deflection produced in the galvanometer when a unit voltage is applied across it. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. that is deflection produced by the coil divided by the voltage in the coil, that is 5/V. 5/V ആണ് എന്തെന്ന് പറയുന്നത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് ഗാലനോമീറ്ററിന്റെ ആ കണ്ടീഷൻ എടുക്കാം. NaIb is equal to K into 5. നമുക്കറിയാം 5/V ആണ് എന്ത്? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, ശരിയല്ലേ? സോ ഇവിടെ 5/, ഈ ഐനെ താഴോട്ട് എടുക്കുക. 5/I is equal to NaB/K. നേരത്തെ ഈ ഐനെ താഴോട്ട് എടുത്തോ 5/I, ബാക്കി കെയിന് ഇപ്പുറത്തേക്ക് കൊടുത്തു NaB/K. നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച് V is equal to I into R ആണ്. ഓക്കെ, 5/V ആയിരിക്കണ്ടേ, ഇവിടെ 5/I ആണ് നമുക്ക് ഇടാം, V ആക്കണം ഇവിടെ. നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ചിട്ട് V is equal to I into R ആണ്. അപ്പോൾ ഇവിടെ I ഉണ്ട്, ഒരു R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയും ഒരു ഡിനോമിനേറ്ററിൽ ഒരു R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 5/I into R എന്ന് പറയുന്നത് എന്താണ്? V. സോ 5/V is equal to എന്താണ്? NaB/K into R. NaB/K into R. സോ NaB/K എന്തായാലും കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം, ബാക്കി 1/R. So this is the expression for the voltage sensitivity of a galvanometer. So ഇത്രയും ഉള്ളൂ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എല്ലാവരും നമ്മളൊരു 5 പാർട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. സോ വളരെ +2 വലിയ ചാപ്റ്ററുകളിലൊന്നാണത്. സോ എന്തായാലും നോക്കിയിട്ട് പോവുക. ഓൾ ദ ബെസ്റ്റ്.